ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. 1 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരരിപ്പ എടുത്ത് അതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രുചി കൂടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാര 1 കപ്പ്, അതായത് 250 ml നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 250 ml 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മിക്സും അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. അതേപോലെ ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കുക. നന്നായി ഫ്ലോർ എല്ലാം കൂടെ എഗ്ഗിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ വെച്ചിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം, ഞാനിവിടെ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഒരു പാനിലാണ്. ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.